ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു UGS ഗോൾഡ് ലോൺ, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. നമസ്കാരം. ഇന്ന് വിഷു. മലയാളികളുടെ മനസ്സിൽ പുതുവർഷത്തിൻ്റെ പ്രതീക്ഷകൾ നാമ്പിടുന്ന ദിവസം. സമ്പൽ സമൃദ്ധിയിലേക്ക് കണികണ്ടുണരുന്ന ഈ വിഷുദിനത്തിൽ പാലക്കാട് നാഥോപാസന ഭജൻസ് ടീം ടുഡേ ന്യൂസിനോടൊപ്പം ഒരു സംഗീത യാത്ര നടത്തുകയാണ്. നമസ്കാരം. സംഗീതത്തിൽ ട്രെൻഡ്സുകൾ വരുന്ന കാലമാണ്, മാറി മാറി വരുന്ന കാലം. ഇപ്പോൾ ഭജൻസാണ് ട്രെൻഡ്. നാദോപാസന ഈ ഒരു പേരിൽ തന്നെയുണ്ട് ഒരു ഫീല്. എങ്ങനെയാണ് ഈ നാദോപാസനയിലേക്ക് എത്തിച്ചേർന്നത് എന്നത്, എന്താണ് അതിന് പിന്നിലുള്ളൊരു കഥ? നാദോപാസന എന്നുള്ളൊരു ടീമിൻ്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ 10-20 വർഷമായിട്ട് ഗാനമേള രംഗത്ത് ഉള്ളൊരു ടീമായിരുന്നു. സാരംഗ് എന്നായിരുന്നു, സാരംഗ് ചെർപ്പളശ്ശേരി, അങ്ങനെ ആ ഒരു ബേസിലാണ് ഞങ്ങൾ അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ചിന്തിക്കുന്ന വിഷയമാണ്, ഏകദേശം ഒരു 4-5 വർഷത്തിന് മുൻപാണ് ഭജൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഞങ്ങൾ മനസ്സ് വരുന്നത്. പക്ഷേ അതിനുള്ള സാഹചര്യം വന്നു ചേർന്നത് ഈ ഒരു ട്രെൻഡിൻ്റെ ടൈമിലായിരുന്നു മാത്രം. അപ്പോൾ എല്ലാവരും ഒരുമിച്ചെടുത്ത തീരുമാനം, പിന്നെ ദൈവാധീനം എന്ന് പറയണം. കാരണം ഈ ഒരു ടീമിനെ വാർത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു സന്തോഷമുള്ള കാര്യം. കാരണം എല്ലാവരും ഒരേ മനസ്സായി നിൽക്കുന്ന ഒരു ടീം എന്ന് പറയണം. കുറച്ച് അഹങ്കാരത്തോടാണ് പറയാം, പക്ഷേ ദൈവത്തെ മറന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഒരേ മനസ്സായി നിൽക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ സംഗീത യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഞങ്ങളാകെ 5-6 പേരേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ 6 പേരിൽ നിന്നാണ് ബാക്കിയുള്ള ആളുകളെയൊക്കെ ഈ ഒരു ഭജൻസ് ഗ്രൂപ്പിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ഓരോരുത്തരും നമ്മൾ തിരഞ്ഞെടുത്തപ്പോൾ വളരെ പ്രഗത്ഭരായിട്ടുള്ള ഞങ്ങളുടെ നട്ടെല്ല് എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്ര ടീമിനെ ഞങ്ങൾക്ക് അതിൽ ബിൽഡ് ചെയ്യാൻ സാധിച്ചത്. അത് വളരെ ഒരു ഈശ്വരാധീനം എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ ടീമിനെ ശ്രദ്ധിച്ചപ്പോഴാണ് ഓരോരുത്തരും ഓരോ ഏജിലുള്ള ആളുകൾ, ഒരുപാട് നിങ്ങളുടെ ഇടയിലുള്ള ഒരു വൈബ്, കെമിസ്ട്രി എങ്ങനെയാണ്? കെമിസ്ട്രിയെ പറ്റി പറഞ്ഞാൽ, ഇത് എല്ലാവരും ഇപ്പോൾ ഒരേ ഏജിലുള്ള കുറച്ച് പേരുകളാണ്, ബാക്കി എല്ലാവരും ഏജ് കുറച്ച് ഓവറായിട്ടുള്ള ആളുകളാണ്, കൂടുതൽ ആളുകളാണ്. പക്ഷേ എന്നിരുന്നാലും എല്ലാവരുടെയും മനസ്സ് ഇപ്പോഴും കുട്ടിത്തത്തിലാണ് നിൽക്കുന്നതാണ്. കാരണം നമ്മളെന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ, അത് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർ. അതാണ് ഏറ്റവും രസം. ഞങ്ങൾ ചിന്തിക്കുന്ന ഇവർ പ്രവർത്തിച്ച് കാണിക്കും. അപ്പോൾ ആ രീതിക്ക് പോകുന്നുണ്ട്. കെമിസ്ട്രി കുഴപ്പമില്ല, നന്നായിട്ട് വളരെ വൃത്തിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിഷുവാണ്. വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മറക്കാൻ പറ്റാത്തൊരു ഗാനം. ആ ഗാനം കൂടി കേൾക്കുമ്പോഴാണ് നമുക്ക് വിഷുവായി. ഏതായിരിക്കും പാട്ട്? നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഒന്ന് ടുഡേ ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ആ ഒരു പാട്ടിലൂടെ തന്നെ നമ്മുടെ പ്രോഗ്രാമിലെ ആ സംഗീത യാത്ര തുടങ്ങാം. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതി ചിലുചീലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാ. Maga
ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കുകൂട്ടി ശബരിമലയിൽ തങ്ക സൂര്യോദയം ഈ സംക്രമ പുലരിയിൽ അഭിഷേകം ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ വന്നെത്തുമെന്റെ ഹൃദയവും ഉടുക്കുകൂട്ടി. നമ്മളിപ്പോ തുടങ്ങിയത് ഒരു പാട്ടിലും അവസാനിച്ചത് വേറൊരു പാട്ടിൽ, ഒരു ലൂപ്പ് അല്ലേ? എങ്ങനെ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് ഒരു മാലയിൽ ഇങ്ങനെ മുത്ത് കോർക്കുന്ന പോലെ എങ്ങനെയാ അതൊക്കെ? ഇത് നമ്മളിപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പാട്ടും ആരും മുഴുവനായിട്ട് പാടില്ല. എല്ലാം ഒരു അനുപല്ലവിയിൽ തുടങ്ങി പല്ലവിയിൽ അവസാനിച്ച് അടുത്തൊരു പാട്ടിലേക്ക് പോകുന്ന രീതിക്ക് അത് ഒരേ രാഗത്തെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ ഒരു രാഗത്തിൽ തന്നെ. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഗാനങ്ങളും ചിട്ടപ്പെടുത്താറ്. അത് പ്രധാനമായിട്ട് ഞങ്ങളെ തുണയ്ക്കുന്നത് ഞങ്ങളുടെ സംഗീത അധ്യാപകനായിട്ടുള്ള പ്രിയദാസ് മാഷ തന്നെയാണ്. മാഷ അതിനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ആദ്യമായിട്ട് എല്ലാവർക്കും ഇന്നത്തെ ഒരു വിഷുദിന ആശംസകൾ നേരുന്നു. സിദ്ധാർത്ഥ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇത് കൂട്ടായ്മയാണ്. ഒരുപാട് മറ്റുള്ള പ്രോഗ്രാം പോലെയല്ല, നമ്മൾ ഒരു കൂട്ടായ്മയായിട്ട് ദിവസം പ്രാക്ടീസ് ചെയ്ത് ഒന്നിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ എല്ലാം ഓർക്കസ്ട്ര ടീം അടക്കം ഒന്നിച്ചിരുന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആ പാടുന്ന സമയത്തിന് നമുക്ക് തോന്നും ഇതിനോട് വേറൊരു പാട്ട് അറ്റാച്ച് ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. ആരെങ്കിലും കയ്യിൽ നിന്ന് ഇങ്ങനെ ഇടണതായിരിക്കും. ആപ്റ്റാകുമ്പോൾ നമ്മൾ ദൈവാറാനിട്ട് ചേർത്ത് അങ്ങനെ ഒരു മാലയായിട്ടാണ് കൊണ്ടുപോയി ചെയ്യുന്നത്. അതിനെല്ലാവരുടെയും ഒരു സഹായമുണ്ട് എല്ലാവരും. അപ്പൊ റിഹേഴ്സലൊക്കെ ഭയങ്കര സീരിയസ് ആയിരിക്കും അതോ എങ്ങനെയാ? അത് ചിലപ്പോൾ സീരിയസ് ആവും. നല്ല കോമഡിയാണ്. സീരിയസിൻ്റെ കാര്യം അവിടെ സംസാരമില്ല. കാരണം ഒരു പ്രാക്ടീസ് പറഞ്ഞാൽ വരും, ചായ കുടിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, വീണ്ടും ചായ കുടിക്കുന്നു, അങ്ങനെ പ്രാക്ടീസ് നിർബന്ധമാണ്. കാരണം ഞങ്ങളുടെ നാട്ടിൽ അവിടെയാണ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ബാലേട്ടൻ്റെ ചായക്കടയുണ്ട്. അവിടെ നല്ലൊരു ഉഴുന്നോടെ കിട്ടും. അതിൻ്റെ ആരാധകരാണ് എല്ലാവരും. അപ്പോൾ ഉഴുന്നോടെ കൂടി കഴിക്കണം തോന്നാനേ ഇന്ന് പ്രാക്ടീസ് വേണം. അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വരുന്നൊരു സംഭവമാണ്. കാരണം ഇന്ന് പ്രാക്ടീസ് ഉണ്ട്, ഉഴുന്നോടെ ഉണ്ടാവില്ലേ എന്നുള്ള ചോദ്യം. അത് ചോദിക്കുന്ന മെയിൻ ആളാണ് ആയിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വരെ ഇപ്പോൾ ഉഴുന്നോടെ ഭയങ്കര പ്രിയമാണ്. അവിടുന്ന് 10-15 ഉഴുന്നോടെയൊക്കെയാണ് ഇപ്പോൾ അവരൊന്ന് പാർസലായിട്ട് കൊണ്ടുപോകാറ്. അതങ്ങനെയാണ്. ഇടയ്ക്ക് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ന് ഞാൻ ഈ വഴിക്കാൻ വരുന്നത്, അപ്പോൾ എന്താണ് ഭാര്യ ഉഴുന്നോടെ കൊണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇനി ഇവിടുന്ന് കട പൂട്ടിയെന്ന് പറയേണ്ടത്, ഞാൻ നുണ പറയേണ്ടത്, എന്നാലേക്ക് ഇത് വഴിക്ക് വരാണ്ടിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പ്രാക്ടീസ് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഒരു സീരിയസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാവരും കളി തമാശ, കാരണം ആർക്കും ഒരു ബോറടിക്കുന്നില്ല ഒരു പ്രാക്ടീസ് സെഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം അങ്ങനെയാണത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഭജൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് ശ്ലോകങ്ങളും ഒക്കെ ഇടകലർന്ന് വരുന്ന ഒരു സമ്പ്രദായമാണല്ലോ അതിനുള്ളത് അല്ലേ? അപ്പം ഇങ്ങനെ കടുകട്ടി വാക്കുകളും ശ്ലോകങ്ങളും ഒക്കെ കേട്ടിട്ടുണ്ട് നാദോപാസനയുടെ ഇതിൽ. ആരാണ് മെയിൻ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനൊരു ധൈര്യം കാണിക്കാറ്? കടിച്ചാൽ പൊട്ടാത്ത പാട്ടുകളൊക്കെ എടുക്കുന്നത് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു സജഷൻ വെച്ചിട്ടാണ് നമ്മൾ എടുക്കാറ് ഓരോ പാട്ടുകൾ. പക്ഷെ അത് പഠിച്ചു വരാൻ കുറച്ച് സമയമെടുക്കും, അതാണ്. പിന്നെ മാഷാണ് എൻ്റെ പ്രധാന ആൾ. മാഷ് പിന്നെ അങ്ങനത്തെ പാട്ടുകളൊക്കെ ഒരു ഇതും പാടി ശീലിച്ചിട്ടുള്ള വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു റേഞ്ച് അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു തരും, ബാക്കി നമ്മൾ പാടും, അങ്ങനെയാണ്. ഈ ഗുരുവിൻ്റെ ഒപ്പം ഒരു വേദി പങ്കിടുക എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല, അല്ലെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ പോവാൻ ആ ഒരു ഭാഗ്യം കിട്ടിയ ആളുകളാണല്ലോ നിങ്ങൾ. എന്താണ് ഒരു ഗുരു ശിഷ്യ ബന്ധത്തിൽ നിങ്ങളുടെ ആ ഒരു കോംബോ എങ്ങനെയാണ്? ഗുരു ശിഷ്യ ബന്ധത്തിലും അത് മാഷ് പറയാൻ നല്ലത്. ഇല്ല, ആ ഒരു ബന്ധത്തിൻ്റെ പേരിലാണ് ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ കൂടെ ഇരിക്കാൻ പറ്റിയത്. കാരണം ആ ഒരു ബന്ധം വെച്ചാണ് സിദ്ധാർത്ഥ്, അത് ഗോപി, അവർ ഒരു ദിവസം എന്നെ വിളിക്കുക ചെയ്തത്, മാഷ നമുക്കിങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ചാലോ എന്ന്. നമ്മൾ മുളയങ്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് ഫസ്റ്റിൽ ഈ പരിപാടി തുടങ്ങി വെച്ച്. തിരുവനന്തപുരം, കരിക്കകം, അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞു ചുരുങ്ങിയ സമയം കൊണ്ട്. അതൊക്കെ ഈ ബന്ധത്തിൻ്റെയും ഒക്കെ ഒരു ഗുണം തന്നെയാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞാൽ സീരിയസ് ആണ്, ഞാൻ സീരിയസ് പറഞ്ഞപ്പോൾ സിദ്ധാർത്ഥ പറഞ്ഞു അല്ല തമാശയാണെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ സത്യം പറഞ്ഞാൽ വട വാങ്ങിക്കാൻ പോകുമ്പോഴും ടെമ്പോ മാറിയാലും ശ്രുതി മാറിയാലും അപ്പോൾ സിദ്ധാർത്ഥ സീരിയസ് ആവും, പുറത്തുനിന്ന് മാറിയല്ലോ പറയും. അപ്പോൾ അങ്ങനെ ഒരു ടീം വർക്കിൻ്റെ പേരിൽ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഈ ഒരു ബന്ധം
എന്നും ഉണ്ടാവും. ഈ ഒരു ബീറ്റ് പഠിക്കുമ്പോ എന്താ നിങ്ങളുടെ ഒരു പെട്ടെന്ന് ആളെ ഉടനടി സസ്പെൻസ് ചെയ്യാ എന്താ ചെയ്യാ? ഇല്ല, അങ്ങനെയല്ല. അത് തമാശ സ്റ്റേജിൽ ഇങ്ങനെ അയ്യോ പോയല്ലോ കയ്യിന്ന് പോയല്ലോ തോന്നിയ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്? പിന്നെ അങ്ങനെ ഇഷ്ടംപോലെ സമയം ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങളിങ്ങനെ മുഖത്തോട് മുഖം നോക്കിയും അതിൽ പ്രധാന ആളാണ് ഞങ്ങളുടെ കീബോർഡിസ്റ്റ് രവിയേട്ടൻ. കാരണം കയ്യിൽ നിന്ന് പോയാൽ ഞങ്ങളെ നോക്കിയും കൂടിയില്ല. ആളിങ്ങനെ കീബോർഡിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ ആളെ നോക്കും, ആളെ നോക്കി അവസാനം നമ്മൾ നോക്കിയിട്ട് ഒരു കാണിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലായി ശരി ഓക്കെ. അപ്പോൾ അതിൽ കയ്യിൽ നിന്ന് പോകുന്നൊക്കെ സ്ഥിരമാണ്. എന്നാലും അത് എന്തോ ആരുടെയൊക്കെയോ ഭാഗം കൊണ്ട് ജനങ്ങൾ അറിയാറില്ല. പക്ഷെ അത് ഒരു മേക്കപ്പ് ചെയ്യും കയ്യിൽ നിന്ന് പോയാൽ വളരെ പെട്ടെന്ന്. അത് ചെയ്യും. അതൊരു കഴിവ് തന്നെയാണ്. അതാ പറഞ്ഞ് ഞങ്ങളുടെ നട്ടെല്ലാണ് ഈ ഒരു ഓർക്കസ്ട്ര എന്നുള്ളത്. കാരണം എന്ത് ചെയ്താലും അടുത്ത ടൈമിൽ അത് സെറ്റായിട്ടുണ്ടാവും. കാരണം നമുക്കതൊരു അതാ പറഞ്ഞത്, ജനങ്ങൾ അറിയുന്നില്ല. അത് ഈ സ്റ്റേജിൽ ഞങ്ങൾ മാത്രമല്ലാതെ മറ്റൊരാൾ അറിയുന്നില്ല ഇത് കയ്യിൽ നിന്ന് പോയോ ഇല്ല എന്നുള്ളത്. അതാണ് അവനൊരു സന്തോഷം. കയ്യിൽ നിന്ന് പോയാലും രവിയേട്ടന് അതിനുള്ള മാർഗം വേറെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടായിരിക്കും. ഇത് തെറ്റിക്കഴിഞ്ഞാൽ അടുത്തത് വായിക്കണം. ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ട്. ഇതിലെല്ലാവരും പാട്ടുകാരാണ്. ഇതിൽ ഓർക്കസ്ട്ര വായിക്കുന്നവരെല്ലാവരും നന്നായി പാടുന്നവരാണ്. ഞങ്ങളെക്കാട്ടും കൂടുതൽ അതാണ് ഇപ്പോൾ എന്താണ് നമ്മൾ ഹാർമോണിയം വായിക്കുന്ന സുഭാഷ്, ആളൊക്കെ മ്യൂസിക് അമ്മയാണ്. നമ്മളുടെയൊക്കെ എത്രയോ മുകളിലാണ് ആൾ നിൽക്കുന്നത്. പക്ഷെ അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. പിന്നെന്താ അയ്യോ പാടാൻ പറഞ്ഞൊരു കുഴപ്പമില്ല. റിതം പാഡ് ബാബുവേട്ടൻ, ഈ പറയുന്ന രവിയേട്ടൻ, അതുപോലെ തന്നെ അനന്തു, എല്ലാവരും നന്നായി പാടുന്ന വ്യക്തികളാണ്. നിങ്ങൾ പാടും. അപ്പൊ എല്ലാവരും എല്ലാതും ഒരു അല്ലേ, ഒരാളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ടല്ലേ. ചിലപ്പോൾ പാടുന്ന ആള് തബല വായിക്കുന്ന അങ്ങനെ. നിങ്ങൾ പോയി പാടുന്ന ആൾക്കാർക്ക് മാത്രം ഒന്നും അറിയില്ല, ഉള്ളത് പറയാലോ. ഞങ്ങൾക്ക് ഇതങ്ങനെ കാണാന്നല്ല, ഇതിനെപ്പറ്റി ഒരു ABCD ഒന്നും അറിയില്ല. ഇവർക്ക് ഞങ്ങൾ ഒരു പാട്ട് പാടും, അതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകുന്നത്. അത്തരത്തിലുള്ള ഗാനങ്ങളിപ്പോൾ അങ്ങനെ ഒരുപാട് പാട്ടുകളുണ്ട്, നോക്കാം. മനമോടു കളിയല്ലേ രുചിക്കും കല വിഷമം കൊണ്ടു കാമം സരിച്ചതില്ലേ കല വിഷമം കൊണ്ടു കാമം സരിച്ചതില്ലേ നീല നീരത വർണ്ണ നീല നീരത വർണ്ണ മൃദുല കമല രുചിര നയന ത്രിഹരേ അജിത ഹരേ ജയ മാധവ അജിത ഹരേ ജയ മാധവ
എങ്ങനെയായൊരു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഒരു കുറഞ്ഞ വേഗം കൊണ്ട് അല്ലെങ്കിൽ ഒരു കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് ഇത്രയും വലിയൊരു വേദികളിലൊക്കെ എത്തിപ്പെടാൻ പറ്റിയ ഒരു യാത്ര? ശരിക്കും പറഞ്ഞാൽ ഈശ്വരാധീനം എന്നാണ്. കാരണം ഞങ്ങൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ 2 കയ്യിലുണ്ടാവുന്ന പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഞങ്ങൾക്ക് കിട്ടിയ വേദികളെല്ലാം വളരെ മികച്ച വേദികളാണ്. കാരണം നാട്ടിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജില്ലയ്ക്ക് പുറത്തായിട്ടുള്ള വേദികളാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കോട്ടയം, തിരുവനന്തപുരത്തിന് 2 പ്രോഗ്രാം. അതൊന്നും ഇതുപോലെ കരിക്കകം പോലെയുള്ള ഇത്രയും ഫേമസ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് വയനാട്, അങ്ങനെ പുറത്താണ് അധികം പ്രോഗ്രാമുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളെന്താ വെച്ചാൽ ഞങ്ങൾ ഇതിനുവേണ്ടി കാര്യമായിട്ട് ഞങ്ങൾ ചെയ്തത് ഞങ്ങളുടെ ഒരു എഫേർട്ട് ഉള്ളതാണ്. നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിച്ചു. കുറഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾക്ക് മൊത്തം ഞങ്ങൾക്ക് ഒരു സീസണിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു. നിങ്ങളുടെ ആ ഒരു യാത്ര അതാണ് ഒരു അനുഭവം എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഏറ്റവും കൂടുതൽ അനുഭവം ഉണ്ടായ കുറച്ച് ആളുകൾ ഞങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. കാരണം അതെന്താണ് ആ ഒരു അനുഭവം? കഴിഞ്ഞ യാത്രയ്ക്ക് എടുത്ത് അനുഭവങ്ങൾ പാളിച്ചകൾ തോണ്ട അവസ്ഥയുണ്ട്. അതിൽ പ്രധാന ആളാണ് ഞങ്ങൾ തബല വായിക്കുന്ന. ഞാനൊരു പാട്ട് റിക്വസ്റ്റ് ചെയ്താൽ ഒന്ന് പാടിത്തരാം? നിങ്ങളുടെ വേദികളിലൊക്കെ സ്ഥിരമായിട്ട് കയ്യടി കിട്ടുന്ന ഒരു സോങ്ങാണ്, രാധതൻ പ്രേമത്തോടാണ്. അതിപ്പോ ഈ ഭജൻസിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു പാട്ടായി മാറിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള പാട്ടാണ്. അത് തന്നെ ഓഡിയൻസും അല്ലെ കൂടെ പാടുന്നത്. കൂടെ പാടുന്നൊരു പാട്ടാണ് അല്ലേ? ശംഖുമില്ല, കുഴലുമില്ല, നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീതന്ന സംഗീതം നിൻകാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന വികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറി കഴിയുന്നു. വൃന്ദാവന വികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറി കഴിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ പറയരുതി രാധയറിയരുതി, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധൻ പ്രേമത്തോടാണോ കൃഷ്ണ, പാർവതീരത്തോടാണോ? പറയൂ നിനക്കേറ്റവും ഇഷ്ടം, പക്ഷം പകൽ പോലെ ഉത്തരം സത്യം. രാധൻ പ്രേമത്തോടാണോ കൃഷ്ണ, പാർവതീരത്തോടാണോ? കുഴവുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടക്കൈകൾ സംഗീതം പഞ്ചാബി പോൽ ജ്വലിക്കുന്നു. തൊട്ടുമില്ല, കുഴവുമില്ല, നെഞ്ചിൽ തുടിക്കും ഇടക്കൈകൾ സംഗീതം പഞ്ചാബി പോൽ ജ്വലിക്കുന്നു. സുന്ദരമേഘച്ചാത്തെല്ലാം അഴിച്ചു നീ നിന്തിരുമേൽ ചേർത്തു പുൽകുന്നു. സുന്ദരമേഘച്ചാത്തെല്ലാം അഴിച്ചു നീ നിന്തിരുമേൽ ചേർത്തു പുൽകുന്നു. നിന്റെ മധുരത്തിൽ ഞാൻ വീണുറങ്ങുന്നു. പറയരുതി രാധയറിയരുതി, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധൻ പ്രേമത്തോടാണോ
പാടും തീരത്തോടാണോ പറയൂ നിനക്കേറ്റം ഇഷ്ടം പക്ഷി പകൽ പോലെ ഉത്തരം സ്പഷ്ടം രാധൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും തീരത്തോടാണോ കൃഷ്ണ ഞാൻ പാടും തീരത്തോടാണോ കൃഷ്ണ ഞാൻ പാടും തീരത്തോടാണോ നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും മണിഗണങ്ങളും നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും മണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസുംഭവഭയാപഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ വാസുകി പരിവിശോഭിതം വിമലവക്ഷസുംഭവഭയാപഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠ തവ നീലകണ്ഠമതി കുളഞ്ഞുരമാതയിൽ ഭൂതിശോഭവളിയും കരങ്ങളിൽ രമണമാരവകളും തുടി ശൂരപാണേ ശംഭോ ശൂരപാണേ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു UGS Gold Loan. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS Gold Loan. ഉണ്ട കണ്ണുണ്ടായ പോര മോനെ, കാണണം MES ഒഫ്താൽമോളജി. അത് കറക്റ്റ്. കാണണം, നന്നായിട്ട് കാണണം. MES ഒപ്താൽമോളജി, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണ്? സുഖവും സന്തോഷവും നിരാശയും ഒക്കെ നിറഞ്ഞ ഈ യാത്രയിൽ എപ്പോഴെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും അത് കലർപ്പില്ലാത്ത നമ്മളുടെ ബന്ധങ്ങളാണെന്ന്. അതെ, ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു.